ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രഷ് ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടാക്കണമെങ്കിൽ പാലൊക്കെ നമ്മൾ അതിൽ നിന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ക്രീം എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഓൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ടോട്ടൽ 2 കപ്പ് പാലാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് പാലെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി, മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 1/4 കപ്പ് പാൽ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. തിളച്ച് വരുമ്പോഴേക്കും, തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും കോൺഫ്ലവർ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാനെപ്പോഴും തിളച്ച് വരുമ്പോഴേക്കും കോൺഫ്ലവർ മിക്സ് ചെയ്തത് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിളപ്പിക്കുക. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് വരും കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കൂട്ടോ. നമുക്ക് ഫ്രഷ് ക്രീം പോലെ തന്നെ ആ ഒരു ടെക്സ്ചറും അതേ ടേസ്റ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ ഇത്. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഫ്രഷ് ക്രീം വേണമെങ്കിൽ നമുക്ക് പിന്നെ പാലൊന്നും ചേർത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ വേണമെങ്കിൽ നമ്മൾ 1 ദിവസം 2 ദിവസമൊക്കെ പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൽ നിന്ന് ക്രീം എടുത്തിട്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ ദിവസവും ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് കോൾഡായി കിട്ടണം, എന്നിട്ട് മാത്രമേ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ഫ്രീസറിലോട്ട് മാറ്റാം. ഇതിപ്പോൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറ് നേരത്തെ തന്നെ ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കുറച്ചും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ച് തിക്കായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്ററിൽ ചെയ്യുമ്പോഴും കുറച്ച് തിക്കായിട്ട് കിട്ടും. പിന്നെ ഇത് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിനും യൂസ് ചെയ്യാം കേട്ടോ, കറിയിലോട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.